ഗൈസ്, നിങ്ങൾ ഗോൾഡ് ട്രേഡ് ചെയ്യുമ്പോൾ ഫേക്ക് ഔട്ട് ആയി പോകാറുണ്ടോ? എങ്കിൽ ഫേക്ക് ഔട്ട് സിനാറിയോ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വായോ ഗൈസ്. അപ്പോൾ ഇതൊരു മാർക്കറ്റ് സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു സപ്പോർട്ട് ഫോം ആയിട്ടുണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഫോം ആയിട്ടുണ്ട്. ഈ ബുള്ളിഷ് ക്യാൻഡില് ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തു. ബട്ട് അടുത്ത ക്യാൻഡില് ഇതിന്റെ ഹൈ ബ്രേക്ക് ആവാത്തതാണ് നമ്മൾ ബൈ എടുത്തില്ല, ബട്ട് തിരിച്ച് ഈ റേഞ്ചിൽ ക്ലോസ് ചെയ്തു. ഈ ഒരു സിനാറിയോക്കാണ് നമ്മൾ ഫേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫേക്ക് ഔട്ട് സിനാരിയോയിൽ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കണമെന്ന് പറഞ്ഞാൽ രണ്ട് കൺഫർമേഷൻസ് ഉണ്ട്. ഈ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ എപ്പോഴും പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ ഇത് അങ്ങനെയാണ് ക്ലോസ് ആയിരിക്കുന്നത്. പിന്നെ ഈ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ മിഡ് റേഞ്ചിൽ ഈ റേഞ്ച് ക്ലോസ് ആവാണ്ട് റെസിസ്റ്റൻസിനോട് ചേർന്ന് ക്ലോസ് ആവണം. എന്നിട്ട് അടുത്ത ക്യാൻഡിൽ ഫോം ആകുമ്പോഴായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ അടുത്ത ക്യാൻഡിൽ ഒരു ടോപ്പിക്ക് വന്നിട്ട് ഈ ലോ ബ്രേക്ക് ആകുമ്പോഴായിരിക്കും നമ്മൾ എൻട്രി വെക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും, റെസിസ്റ്റൻസിൻ്റെ അവിടെ. എന്നിട്ട് നമ്മൾ താഴോട്ട് ട്രേഡ് എടുക്കുന്നു, ഇവിടെ ടേക്ക് പ്രോഫിറ്റ് വെക്കുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് ഫേക്ക് ഔട്ട് ട്രേഡ് എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ. ബട്ട് എപ്പോഴും ഈ രണ്ട് കാര്യങ്ങളും ഈ രണ്ട് കൺഫർമേഷൻസ് കൊടുക്കണം. പിന്നെ 15 മിനിറ്റ്സിലും 30 മിനിറ്റ്സിലുമാണ് ഈ ട്രേഡ് എടുക്കേണ്ടത്. ഗൈസ്, അപ്പോൾ ഡു ട്രൈ ദ ഫേക്ക് ഔട്ട് ട്രേഡ്. പേഷ്യൻസ് ഇസ് കീ ആൻഡ് ഹാപ്പി ട്രേഡിംഗ്. അപ്പോൾ ബൈ.